അമ്മ എത്ര നേരമായിട്ട് കാത്തിരിക്കുകയാണെന്ന് അറിയാം അമ്മ. അച്ഛാ, അമ്മ ഒന്ന് അച്ഛാ. സുമേഷേ, പൈങ്കിളി. എടാ കിടന്ന് വിളിച്ചു പോകണ്ട, ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോകാൻ വന്നാ. അമ്മ പ്രശ്നം എന്താന്ന് പറയാമേ? അച്ഛൻ അപ്പൂപ്പന്നെ ഫുൾ ക്വാഷ് അടിച്ചു മറ്റുള്ള പരിപാടിയില് എന്ന് എന്നോട് ആര് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു. ഫുള്ളല്ലടി, പകുതി. അമ്മ അത് ചില പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങനെ ചെയ്യാറുണ്ടെന്നല്ല അമ്മ. അമ്മ വേണ്ട മോനെ, ഈ സമയത്ത് സ്വന്തം മക്കളേലും കൂടെ നിൽക്കുന്ന ഞാൻ വിചാരിച്ചു. വേണ്ട, എനിക്കിനി ഒരു മോനേ ഉള്ളൂ. സുമേഷാണോ അമ്മ? അല്ല, ഷാജി വക്കീല്. അവന് മാത്രമേ ഇപ്പൊ എന്നോട് സ്നേഹമുള്ളൂ. ആ, കാശടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്, അല്ല അമ്മയുടെ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. ആ വന്നാ എടി, ഞാൻ നിന്റെ അടുത്ത് എന്തോ ദ്രോഹം ചെയ്തടി. എങ്ങനെ തോന്നിയടി എനിക്ക് നോട്ടീസ് അയക്കാൻ? എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. എന്തിനിപ്പോ ഇങ്ങോട്ട് തള്ളിക്കാരി വന്നത്? ഞാൻ എനിക്കുള്ള സാധനങ്ങൾ എടുത്തോണ്ട് പോവാൻ. ആ, എന്റെ പൈസ കൂടെ വേണമായിരിക്കും. നിങ്ങളുടെ പൈസ എനിക്ക് കോടതി മേടിച്ചു തന്നോളും, അല്ലെങ്കിലേ നിങ്ങൾ കള്ളക്കണക്കുണ്ടാക്കും. അമ്മ കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛൻ എന്ത് പ്രശ്നം ചെയ്തേ? നിന്റെ അപ്പം ചെയ്ത പ്രശ്നങ്ങളെല്ലാം എഴുതണമെങ്കിലേ A4 ഒരു 3-4 പേപ്പർ വേണം. കല്യാണം തൊട്ട് തുടങ്ങിയതല്ലേ. ആ അമ്മ, അങ്ങനെ ഒരു സംഭവം ഷാജി പറഞ്ഞായിരുന്നു. അച്ഛൻ ചതിച്ചെന്ന്. അങ്ങനെ എന്താ സംഭവം? എന്താ അമ്മ? എടേ, ഞാൻ എത്ര പ്രാവശ്യം പറയണം, അതാ ബ്രോക്കർ പറ്റിച്ച പണിയല്ലേ? ഇല്ലല്ലേ? അതെ, നിങ്ങൾ ചെയ്തതല്ല ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞുണ്ടല്ലോ, എന്റെ മാനം പോവും. അവിടെ ഞാൻ പറയുന്നില്ല. എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയൂല. നാണം കെട്ട കാര്യങ്ങള്. അമ്മ, ആ അപ്പച്ചി വന്നാ? അമ്മ മാറിയില്ല ചാ. അമ്മ എന്നെ ആർക്കും വിട്ടുകൊടുക്കല്ലേ അമ്മച്ചി. അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകല്ലേ അമ്മ. എന്നെ ആർക്കും വേണ്ടമ്മ ഇവിടെ. അമ്മ ഞാൻ നോക്കിട്ട് ഒരു NRI ഫാമിലി പോലും കിട്ടിയില്ല അമ്മ. എന്തോടെ ചെറുക്കാം? ആ അമ്മ പോയപ്പോ തൊട്ട് ഇവനിങ്ങനെയാ പ്രാന്തായെന്നാ തോന്നുന്നത്. അതൊന്നും കുഴപ്പമില്ല, നമുക്കൊരു ഷോക്ക് അടിപ്പിച്ച് അവനെ ശരിയാക്കിയത്. എന്തായാലും അപ്പച്ചി വന്നല്ലോ. പിന്നെ ഞാൻ താമസിക്കാൻ വന്നൊന്നുമല്ല, ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങും. അതിന് അപ്പച്ചി നമ്മൾ ഒരിടത്തും വിടുന്നില്ലല്ലോ. പിള്ളേരെ പെട്ടെന്ന് പോയി കഥ കടച്ച് താക്കോലുണ്ടോ? അമ്മ, അമ്മയ്ക്ക് പോയേ പറ്റുവാണെങ്കിൽ അമ്മ പോകണം. പക്ഷെ കുറച്ചു നേരം ഞങ്ങളോട് ഇവിടെ ഇരുന്നിട്ട് പോകണം, അവസാനമായിട്ട്. അമ്മ എന്നെ വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലേ. ഞാൻ പോയി ഉടുപ്പ് നിക്കറൊക്കെ എടുത്തോണ്ട് വരട്ടോ. ഇതുപോലെ ബുദ്ധി ഉറക്കാത്ത ഒരു ചെറുക്കനെ കളഞ്ഞിട്ട് അമ്മയ്ക്ക് എങ്ങനെ പോകാൻ തോന്നണം അമ്മ? ഇപ്പൊ തന്നെ അവന് മുഴുവൻ ഭ്രാന്തായി. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എല്ലാം പറഞ്ഞ് സെറ്റാക്കാം. ചേട്ടത്തി ഒരു ചായ എടുക്കും. ചേട്ടൻ പല ചുമ്മാ പറയുന്നത് എനിക്ക് ഭ്രാന്താന്നൊക്കെ. എനിക്ക് അമ്മയുടെ മാത്രമല്ല എനിക്ക് സുമേഷിന്റെ സ്നേഹം എപ്പോഴും. അമ്മ എന്നെ വിട്ട് പോകല്ലേ അമ്മ, പറയാമ്മ. നീ കൈ തിരിക്കുന്നിടത്ത് സത്യവാ സ്നേഹം അമ്മ എനിക്കുള്ള. സത്യം പറഞ്ഞിട്ട് സ്നേഹം കൂടായിപ്പ എനിക്കറിയാം. കണ്ടോ എന്റെ അമ്മയുടെ സ്നേഹം കണ്ടോ? നിന്റെ സോപ്പ് പറഞ്ഞെന്ന് മനസ്സിലായി. ആ പതഞ്ഞ് അതിനകത്ത് കുളിക്കുകയും ചെയ്ത അളിയും ചെല്ലേ ഇപ്പോ. കൈ പിടിക്കരുത്, കയ്യിലാണോ സോപ്പിട്ട് തിരിച്ചൊരു പരുവ. ആ ചിരിക്കുന്നിരുന്നു എല്ലാവരും കൂടെ. ചിരിക്കട്ടെ, ആനന്ദിക്കട്ടെ. അവർക്ക് ആരും കൂടുതലൊന്നും പറയണ്ട. അപ്പച്ചി ഉള്ളത് പോണില്ല. എല്ലാവർക്കും ഒരു ചായ എടുക്കട്ടെ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും. അപ്പച്ചി കടുപ്പത്തിൽ വരണം. അമ്മ, എന്തുവാടാ നമ്മൾ എവിടെ താമസിക്കും? അമ്മ ജോലിക്ക് പോവോ? ജോലിക്കൊന്നും പോകേണ്ടി വരില്ല, എന്റെ പകുതി പൈസ അടിച്ചോണ്ടല്ലേ പോണത്. ആ അത് നന്നായി, താങ്ക്സ് അച്ഛ. എങ്ങനെ നടന്നിരുന്ന കുടുംബമാണ്. ഇപ്പൊ അച്ഛ ഒരു വഴിക്ക്, അമ്മ വേറെ വഴിക്ക്, ഇളയ മോനാണെങ്കിൽ മുഴുവൻ ഭ്രാന്ത്. ആലോചന തന്നെ മനുഷ്യനെ തൊല്ലി ഉരിക്കുന്നു. ഓ, നിനക്കത്രയും നാണക്കേടാണെങ്കിൽ ഇറങ്ങി പോടാ, കുറെ നേരമല്ലേ. അയ്യോടി, ഞാൻ എല്ലാ സമയം നോക്കി എന്റെ അപ്പച്ചിയെ കറക്കിയെടുത്ത് അറിയാൻ നോക്കിയതും പറയാം. ഇനിയിപ്പം ആരാടാ കറക്കി അടിച്ചത്? ചവിട്ടി അടിച്ചാൽ ദൂരെ കളയുവേ. ആ കണ്ടോ കുടുംബം മൊത്തം കൂട്ടിച്ചോറാക്കുന്ന ടീമുകൾ അവിടെ ഉള്ള. നമുക്ക് പോയാലോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, ആരെ തേച്ച് അത് പറയും. ആരും ആരെയും തേച്ചൊന്നുമില്ല. എന്റെ പൈസ പകുതി അടിച്ചു മാറ്റാനുള്ള നമ്പരാ അവളുടെ. ചുമ്മാ ഇരിക്കണ വെച്ചാ അമ്മ അങ്ങനെ ചെയ്യുന്നില്ല. അമ്മയാണെങ്കിൽ അങ്ങനെ ചെയ്യൂല, ഞാനാണെങ്കിൽ ചിലപ്പോ അങ്ങനെ ചെയ്തേനല്ലേ. അതെന്താ നാത്തൂസെ അങ്ങനെ പറഞ്ഞ? നാത്തൂന് വേണോ പകുതി പൈസ? അയ്യയ്യേ, നാണക്കേട്. അയ്യോ നാണക്കേടാ. നിന്റെ അടുത്ത് ആര് വണ്ടി പിടിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇറങ്ങി പോടാ. നീ എന്തിനാണ് അത് കേട്ട് നാണം കിട്ടി ഇവിടെ നിൽക്കുന്നത്? നിനക്ക് പൊക്കൂടെ? ആ, നാണമുള്ള എല്ലാവർക്കും ഇറങ്ങിപ്പോ. ആ ശിവൻ പൊയ്ക്കോളാം. പക്ഷെ ഞാൻ പോകുമ്പോൾ എൻ്റെ അപ്പച്ചിയെ കൊണ്ടുപോകും. നിങ്ങൾക്കെല്ലാം കൂടെ കടിച്ചു കയറാനായിട്ട് എൻ്റെ അപ്പച്ചി ഒന്നും ഞാൻ തരുന്നില്ല. നീ കൊണ്ടുപോവോ? ആ ഞാൻ കൊണ്ടുപോകും. ആ എന്നാ കൊണ്ടുപോ. അപ്പച്ചോ നീ വരണ്ട. നിനക്ക് നിന്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. നീ എപ്പോഴും ഗുണമാറോന്ന് പറയാൻ പറ്റില്ല. ഞാൻ അപ്പച്ചിയുടെ കാര്യമാണ് പറഞ്ഞു. അളിയാ, നിങ്ങളെല്ലാം കൂടെ ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാം. ഞാൻ എന്റെ പിള്ളേരെ വിളിച്ചോട്ട് വീട്ടിൽ പോവാ. ഇതൊന്നും കണ്ടേ എന്റെ പിള്ളേർ വളർന്നാൽ ശരിയാവൂല. നടക്കും പിള്ളേരെ. എന്തുവാ ഇത്? മനുഷ്യന് സമാധാനമായിട്ടൊന്നും ഡിവോഴ്സ് ചെയ്യാനും പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ അവിടെ ചോദിക്കാൻ മൊത്തം അലമ്പ് കൂട്ടങ്ങൾ അവിടെ ഉള്ളതല്ല. ഒരു പ്രശ്നമല്ല അപ്പച്ചി. അപ്പച്ചി നമുക്ക് പോവാം. എടാ ഞാൻ വരുന്നില്ലടാ. ഞാൻ ഡിവോഴ്സ് ചെയ്ത് പോയാലേ ഈ ചെക്കൻ എന്റെ തലയിലാവും. അതിലും ഭേദം ഇയാടെ കൂടെ ജീവിക്കുമല്ലേ. എടാ സുമേ, ആദ്യമായിട്ട് നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്നേ. താങ്ക്സ്. എന്റെ ദൈവമേ, എന്റെ പകുതി പൈസ. അല്ല അപ്പച്ചി, ഞാൻ പോണതിന് അപ്പച്ചി എൻ്റെ അടുത്തൊരു കാര്യം പറ. അപ്പച്ചി എന്തോ ഇടിച്ചാ? എന്നെ ഇടിച്ചൊന്നുമില്ല. എന്നാലും എന്നെ കല്യാണം കഴിച്ച പിന്നെയാണ് നീക്ക് സർവ്വ കഷ്ടകാലം തുടങ്ങിയത്.
ചതിച്ച് കല്യാണം കഴിച്ചു അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഡേയ് ഞാൻ എപ്പോ പറഞ്ഞടി നിന്നെ കെട്ടിയതിന് ശേഷമാണ് എനിക്ക് കഷ്ടകാലം വന്നതെന്ന്. നിങ്ങൾ ഫോണിൽ ആരോട് പറയുന്നത് കേട്ടിട്ട് സുമേഷ് എന്നോട് ഒന്ന് പറഞ്ഞല്ലോ. ഡേയ് ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? അതുപോലെ എന്തോ പറഞ്ഞ പോലെ കേട്ടി ഞാൻ. ചിലപ്പോൾ തോന്നിയതായിരിക്കും. ചിലപ്പോ തോന്നിയതാ. പറ്റിപ്പോയേട്ടാ. പറ്റിപ്പോയി. ഡിവോഴ്സ് ആവുമെന്ന് വിചാരിച്ചില്ല. എന്നാൽ അമ്മ എപ്പോഴും ചതിച്ചു കെട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്നോട് കൂടുതൽ കിന്നാരിക്കാനൊന്നും വരണ്ട. നിങ്ങൾ പറഞ്ഞൊന്നും ഞാനും മറന്നിട്ടില്ല. മറന്നിട്ടില്ലേ? എന്തോന്നും മറന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞില്ലേ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ പകുതി പൈസ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഡിവോഴ്സ് മേടിക്കുന്നതെന്ന്. നീ അത് ഇതുവരെ വിട്ടില്ലേ? ഇടി അമേരിക്കയിലൊക്കെ അങ്ങനെ നടക്കണുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയുള്ള പെണ്ണുങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. ഇവിടെ ചേട്ടൻ എടുത്തിട്ട് ചവിട്ടിയാലും സ്നേഹം കൊണ്ടാണ് ചേട്ടൻ ചവിട്ടിയെന്ന് പറഞ്ഞ് മൂലയ്ക്ക് പോയിരുന്ന് കരയും. അപ്പൊ ഞങ്ങൾ ക്ഷമിച്ചാലും കുറ്റം ഡിവോഴ്സ് മേടിച്ചാലും കുറ്റം അല്ലേ? ഞാൻ പറയുന്ന കേക്ക്. അഥവാ ഡിവോഴ്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പകുതി കാശ് പോലും മേടിക്കാതെ അന്തസ്സായിട്ട് ഇറങ്ങി പോകണം. അതാണ് മിടുക്ക്.